നമസ്കാരം. നമ്മുടെ നാട്, ഈ നാടിനെ കുറിച്ച് ആലോചിച്ച് സങ്കടം തോന്നുന്നു. അഴിഞ്ഞാടുന്ന നാടായി മാറിയിരിക്കുന്നു. ആരോടും ഒരു വിധേയത്വവുമില്ലാതെ, എന്തിനേയും പരിഹാസത്തോടു കൂടി കാണുന്ന, എവിടെയും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന, വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെയും അഴിഞ്ഞാട്ടങ്ങളുടെയും അതുപോലെ തന്നെ മാരകമായ ലഹരിയുടെയും നാട് ഈ കൊച്ചു കേരളം. പരസ്പര സ്നേഹം നഷ്ടപ്പെട്ട, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട, പരസ്പര സഹായം നഷ്ടപ്പെട്ട, ആർദ്രതയില്ലാത്ത, സ്നേഹമില്ലാത്ത കുഞ്ഞു കേരളം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കേരളം കൊണ്ടുപോകുന്നത് വൻ നാശത്തിലേക്ക്. ഇത് അവസാനം കേട്ട വാർത്ത. പഴയൊരു വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ആക്രമിച്ചു കൊല്ലുന്നു. മരിച്ച വ്യക്തിക്ക് 17 വയസ്സ്, കൊല്ലുന്നവർക്ക് 20-22 വയസ്സ്. പറഞ്ഞു തീർക്കാവുന്ന ചില അമർഷങ്ങൾ, ചില ദേഷ്യങ്ങൾ ആക്രമണത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട്? അത് ലഹരിക്ക് അടിമപ്പെട്ടാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തിയിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് ചെറുപ്പക്കാർ ആക്രമണങ്ങളിൽ മരിച്ചു വീഴുന്നു. ഗുണ്ടകളുടെ നാടായി മാറുന്നു കേരളം. മൃഗീയമെന്ന് വിശേഷിപ്പിച്ചാൽ മൃഗങ്ങൾക്ക് പോലും അപമാനമാകുന്ന നാട്. മൃഗങ്ങൾ കൊല്ലുന്നത് സ്വയരക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇരയ്ക്കു വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ആക്രമിച്ചങ്ങ് കൊല്ലുകയാണ്. നെടുമങ്ങാട് അർഷാദ് എന്നു പേരുള്ള 1.5 വയസ്സുകാരനോട് കാട്ടിയ ക്രൂരത കേരളം ഞെട്ടി വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ആ വാർത്തയുടെ മുന്നിൽ. പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് 51 മുറിവുകളാണ് ആ 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ അമ്മയുടെ അറിവോടുകൂടി ഏൽപ്പിക്കപ്പെട്ടത്. അമ്മ എന്ന വാക്കിനു പോലും അപമാനമായി മാറുകയല്ലേ കേരളം. സിഗരറ്റ് കുറ്റി കൊണ്ട് ചുട്ടുപൊള്ളിച്ചു ആ കുഞ്ഞിന്റെ കാലിന്റെ അടിവശങ്ങളിൽ, തുടയിടുക്കുകളിൽ, ശരീരം മുഴുവനും. എന്ത് മരണവേദന ആ കുഞ്ഞ് അനുഭവിച്ചിരിക്കും. മനസ്സാക്ഷിയില്ലാത്ത മൃഗീയ ജന്മങ്ങളെന്ന് പറയാൻ കഴിയുന്നില്ല. മൃഗങ്ങൾക്ക് പോലും അപമാനമാകുമെന്നുള്ളത് കൊണ്ട്, ആ കുഞ്ഞ് തനിക്ക് ബാധ്യതയായി തീരുമെന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു. ദിവസങ്ങളോളം തയ്യാറെടുപ്പുകളോടുകൂടി. കുഞ്ഞ് വീണ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന രീതിയിൽ വീടിന്റെ സൺഷെയ്ഡിൽ ആ 1.5 വയസ്സുകാരനെ ഇറക്കി നിർത്തിയിട്ട് പുറത്തു പോകുമായിരുന്നു. വീണ് മരിക്കട്ടെ.